ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അശുദ്ധാത്മാക്കളെ ആട്ടിപ്പായിക്കുന്നതിനുള്ള അധികാരം യേശു തൻ്റെ ശിഷ്യർക്ക് കൊടുത്തിരുന്നു. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ പിശാചു ബാധിച്ച ഒരു ബാലനെ സൗഖ്യപ്പെടുത്തുന്നതിനായി യേശുവിൻ്റെ ശിഷ്യരെ സമീപിക്കുന്ന ഒരു മനുഷ്യനെ നമുക്ക് കാണാം. യേശുവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാരും യേശുവിനെ പോലെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമെന്ന വലിയ വിശ്വാസത്തോടെയാണ് മനുഷ്യൻ അവരെ സമീപിച്ചത്. എന്നാൽ യേശുവിൻ്റെ ശിഷ്യന്മാർക്ക് അതിന് സാധിച്ചില്ല. പലപ്പോഴും യേശുവിൻ്റെ കൂടെ നടക്കുന്നു, യേശുവിനെ ശ്രമിക്കുന്നു എന്നതുകൊണ്ട് മാത്രം നമുക്ക് യേശുവിനെ പോലെ ആയിത്തീരാൻ സാധിക്കുകയില്ല. പ്രാർത്ഥന കൊണ്ടല്ലാതെ ഈ വർഗം പുറത്തു പോവുകയില്ല എന്ന് യേശു ശിഷ്യന്മാരോട് പറയുമ്പോൾ, നിരന്തരം പ്രാർത്ഥനയിൽ യേശുവുമായി ഒന്നു ചേർന്ന് ശക്തിപ്പെട്ടെങ്കിൽ മാത്രമേ ഈ ലോകത്തിൻ്റെ തിന്മകളെ എതിർത്ത് വിജയിച്ചു നിൽക്കാൻ കഴിയൂ എന്ന് യേശു നമ്മളെ പഠിപ്പിക്കുകയാണല്ലോ. ദൈവവുമായുള്ള നമ്മുടെ ബന്ധത്തെ ദൃഢപ്പെടുത്തുന്നതാണല്ലോ പ്രാർത്ഥന. പ്രാർത്ഥനയില്ലാത്ത ഇടങ്ങൾ ശക്തിയില്ലാത്ത ഇടങ്ങളാണ്. അതുപോലെ തന്നെ പ്രാർത്ഥനയില്ലാത്ത മനുഷ്യൻ ബലഹീനനുമാണ്. പ്രാർത്ഥന എന്നാൽ പ്രധാനമായും ദൈവത്തെ ശ്രവിക്കലാണ്. നമുക്ക് എന്ത് വില കൊടുത്തും എന്ത് ത്യാഗം ചെയ്തും ദൈവശബ്ദത്തെ ശ്രവിക്കാനുള്ള തീരുമാനമെടുക്കാം. വ്യക്തിപരമായ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ദൈവത്തോട് ചോദിക്കാൻ കാണും. എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചു? എന്തേ എനിക്ക് ഇത്രമാത്രം കുറവുകൾ? അതെ, വ്യക്തിപരമായ എല്ലാ ചോദ്യങ്ങളും ദൈവത്തോട് ചോദിക്കാൻ നമുക്ക് കഴിയണം. എൻ്റെ എല്ലാ ചോദ്യങ്ങൾക്കും ദൈവത്തിൻ്റെ കയ്യിൽ ഉത്തരമുണ്ട്. അതിനാൽ തന്നെ എൻ്റെ കുടുംബത്തിലും സമൂഹത്തിലും സഭയിലും സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഉത്തരം കണ്ടെത്തേണ്ടത് ദൈവസന്നിധിയിലാണ്. മൗനത്തിലും പ്രാർത്ഥനയിലും ദൈവസ്വരം ശ്രവിച്ചുകൊണ്ട് ഈ നൊയമ്പുകാലം ഫലദായകമായി തീർക്കാൻ നമുക്ക് ശ്രമിക്കാം. ആത്മീയതയുടെ വരൾച്ചയിലും ജീവിത പ്രശ്നങ്ങളുടെ പേമാരിയിലും പെട്ട് ആടിയുലഞ്ഞു പോകാതെ നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ വളർത്തിയെടുക്കാൻ എവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.